ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനും കിടക്കാനുമുള്ള ഹോട്ടൽ മുറികൾ ഇടിച്ചു നിരത്തിയിട്ട് അത് വരുന്നതിനെതിരെ പ്രതിഷേധിച്ചിട്ട് ടൂറിസം വളരണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ആദ്യം വരേണ്ടത് എന്താണ്? ഒരു നാട്ടില് ടൂറിസം വളരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ടൂറിസ്റ്റിന് അടിസ്ഥാനപരമായി വേണ്ട ഏറ്റവും കടലിൽ നീന്തി കടന്നു വന്നാലും ഒരു രാത്രി കിടന്നുറങ്ങാൻ മുറി വേണ്ടേ? രണ്ട്, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഇവിടുത്തെ ഒരു അഡ്രസ്സാണ് അല്ലേ? നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന, നിങ്ങൾക്ക് താമസിക്കാൻ അക്കോമഡേഷൻ തരുന്ന അഡ്രസ്സ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളൊരു വിമാനത്തിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ്സാണ്. അപ്പൊ ഈ ഫെസിലിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കണം. അതിന് കൃത്യമായ നിയമങ്ങളും നയങ്ങളും വേണം. അതുണ്ടാക്കി ടൂറിസം വളരാനുള്ള അവസരം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഈ നാട്ടിൽ ചരിത്രമുണ്ടെങ്കിൽ, സംസ്കാരമുണ്ടെങ്കിൽ, കാണാനുള്ള വകയുണ്ടെന്ന് സായിപ്പിനോ വിദേശികൾക്കോ ചൈനക്കാരനോ ജപ്പാൻകാരനോ തോന്നിയാൽ തീർച്ചയായും വരും. ഈ ഫെസിലിറ്റി ഇല്ലാതെ ആളെ കിട്ടില്ല.